അയ്യപ്പന്റെ മുതല് പോയത് അയ്യപ്പന്റെ യഥാസ്ഥാനത്ത് ഇരിക്കണം. ശബരിമലയിലെ ഭരണം ഇനി ദേവസ്വം ബോർഡ് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് വേണ്ട. ഭക്തജനങ്ങൾ ഭക്തന്മാരുടെ രൂപീകരിക്കുന്ന ദേവസ്വം ബോർഡാണിത്. ഭക്തന്മാരെ വഞ്ചിച്ച ദേവസ്വം ബോർഡ് ഇനി വേണ്ട. ഞങ്ങളെ ഹിന്ദുക്കളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡും ഇവിടുത്തെ ഗവൺമെന്റും വഞ്ചിച്ചിരിക്കുന്നു ഞങ്ങളെയെല്ലാം. ഞങ്ങളുടെ ജീവിതം അയ്യപ്പന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. ഞങ്ങൾക്ക് ശബരിമലയിൽ നിന്ന് പോയ സ്വർണ്ണങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് ശബരിമലയിൽ കിട്ടണം. ശബരിമലയിലെ സ്വത്ത് ശബരിമല അയ്യപ്പന് തന്നെ കിട്ടണം, തിരിച്ചു കിട്ടണം. ഈ കള്ളന്മാരെ അവിടെ നിന്ന് തിരിച്ചു കിട്ടണം. അതെ, അതാണ് അവരുടെ ആവശ്യം. അങ്ങനെ കേരളത്തിലെ ഏതാണ്ട് 1.5 കോടിയിലധികം വരുന്ന അയ്യപ്പ ഭക്തന്മാർ പിണറായി വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം വിദേശ ആഘോഷമൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ തിരിച്ചെത്തി അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയാൽ അഭിമാനപൂർവം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPM-നെങ്കിലും ഇവിടെ നിലനിർത്താൻ കഴിയും. അല്ലെങ്കിൽ അതും ഇവിടെ ഇല്ലാതാകും. ഏതായാലും പാർട്ടിയെ നയിച്ച് ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ പിണറായിയിൽ ഒരു കാരണവശാലും വിജയനെ തോൽപ്പിക്കാൻ കഴിയില്ല. വിജയൻ അവിടെ നിന്ന് ജയിച്ചൊരു പ്രതിപക്ഷ നേതാവായി നിയമസഭയിലെത്തിയാൽ മാത്യു കുഴൽനാടനും ചെന്നിത്തലയും സതീശനും നീർക്കോലികളെല്ലാം കൂടി പിണറായി വിജയനെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ടും അതുപോലെ തന്നെ ഇന്ന് സല്യൂട്ട് അടിക്കുന്ന പോലീസുകാരെല്ലാം മാറി നിന്ന് കാർക്കിച്ച് തുപ്പുന്നതും കണ്ട് നമുക്ക് കേരളീയർക്ക് ചിരിച്ചിരിച്ച് രസിക്കാം.